കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമ്പോൾ അങ്ങനെയേ നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ, അന്ന് നീ ഞാൻ പറഞ്ഞ പോലെ ആ ജോലിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഓർത്തു നോക്ക്. ഓർക്ക് മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ദേ ഒരു മീറ്റിങ്ങിന് കയറാൻ തുടങ്ങുന്നു. ഓക്കെ? അതെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? നീ കണ്ടോണ്ടിരിക്കണല്ലേ ഓരോരോ കോളുകൾ കയറി വന്നത്. ആദ്യം നീ പണ്ടാരങ്ങൾ ഓഫ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ വലിച്ചെറിയാൻ ഇങ്ങോട്ട് വാ. ഇതിലെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഓഫീസിന് പറ്റിയ സ്ഥലവും കാണിച്ചു തന്നു, ആളെ മുട്ടിച്ചു തന്നു. ഇനി എന്നെ വിട്ടേരെ. നമ്മ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇത് 4ാമത്തെ ബിസിനസ്സല്ലേ നീ ഉണ്ടാക്കാൻ പോണത്. പുതിയ ബിസിനസിനെ കുറിച്ച് എനിക്ക് ഒരഭിപ്രായം പറയാനില്ല. സോറി. പാത്തു മോളെ, ഞാൻ ഡ്രൈവിംഗിലാ, പിന്നെ വിളിക്കാം. ഓക്കെ? ശരി. ഓക്കെ. അത് ഞാൻ നോക്കിക്കോളാം. എടാ, ഞാൻ മറ്റേ പറഞ്ഞാല, നീ മറ്റേ പറഞ്ഞ പെണ്ണില്ലേ? മിണ്ടല്ലേ ഷെറിന, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്ന മറ്റേ മുംബൈയിലെ ഹോട്ടലൊക്കെ ഉള്ള പുതിയ സാധനം, മറ്റേ നോർത്ത് ഇന്ത്യൻ മിക്സ്ഡ് മലയാളി. ഹോ, കണ്ടാ നീ ഞെട്ടും മോനെ. ഓഫി. ഹായ്. ഹലോ. പറയണ, ഞാൻ ലാൻഡ് ചെയ്തു. നീ എവിടെ? എനിക്ക് നിന്നെ അർജന്റായി കാണണം. ഉച്ചയ്ക്ക് ലഞ്ച് ഒരുമിച്ച്. ഓക്കെ? ഓക്കെ, ബൈ. നല്ല സ്റ്റാൻഡേർഡ് പെണ്ണ, പാവം. ഡിവോഴ്സാ. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പിരിഞ്ഞു. ഓ, അപ്പൊ ഫസ്റ്റ് നൈറ്റ് പോലും നടന്നില്ലേ? അതാണ് സത്യം. ഞാൻ കൂടുതൽ അങ്ങോട്ട് കിള്ളാൻ പോയില്ല. ഒരിക്കൽ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അവക്കടെ കണ്ണ് നനഞ്ഞു. അത് വിട്. സെന്റിമെന്റ്സ് ഒക്കെ ഇപ്പൊ ആർക്ക് വേണം? എന്നാലും അത് ഭയങ്കര ട്രാജഡി ആണല്ലോടാ. എടാ, പ്രണയത്തിന് വേണ്ടി ദാഹിച്ചു വെക്കുന്ന പെണ്ണ. ഞാനും അതുപോലെ തന്നെ. എടാ പ്ലീസ് ഒന്ന് മുട്ടിച്ചാടാ. മുട്ടിച്ചാ ഞാനെന്ത് മാമേ, എന്നെ കൊണ്ടൊന്നും പറയരുത്. മോളെ, ഞാനൊരു അർജന്റ് ഡിസ്കഷനില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. അയ്യോ, ഈ ഫോൺ കട്ടാക്കിയിട്ടില്ലായിരുന്നു. പാത്തു എല്ലാം കേട്ട് കാണും. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. എന്റെ മേലോട്ട് കേറിക്കോ. എടാ, നിനക്കറിയോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല. അതങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ അങ്ങനെ അതിനെ പറയുക. എന്റെ അടുത്ത് വായത്താളം വിടാൻ മാത്രം നിനക്കറിയാം. നിന്റെ കൂടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ. അതങ്ങനെ തലേദിവസം അടിച്ചത് ഇറങ്ങണ്ടേ? ബിസിനസ് ആണെന്നും പറഞ്ഞ് മാറി 3 ഓഫീസ് വിട്ടു. നല്ല കിളി പോലത്തെ പെമ്പിള്ളേരെയും കൊടുത്തു. നിന്റെ ഡീലിങ്ങിന്റെ നല്ല മിടുക്കോട്ട് വിശ്വസ്തരായ ക്ലയൻസിനെയും കൊണ്ട് അവളുമാര് പോയില്ലേ? ഇനി അവളുമാർക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. NRIs അല്ലേ, നല്ല സുഖമായിട്ട് ജീവിച്ചോളും. ഒരെണ്ണത്തിന് ഡീൽ ചെയ്യാൻ നിനക്കറിയോ? ഇപ്പൊ അടുത്ത ഓഫീസും തപ്പി ഇറങ്ങിക്കുക. സ്റ്റാഫിനെ സ്വയം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ചുമ്മാ മാസലും വീർപ്പിച്ചോണ്ട് നടക്കുക. നാടിനും വീടിനും ഗുണമില്ലാതെ. ആദ്യം നീ പോയി പെണ്ണുങ്ങളോട് ഇടപഴകുന്ന കോഴ്സ് വല്ല ഉണ്ടെങ്കിൽ പോയി പഠി. എന്നിട്ട് മുട്ടാൻ നടക്ക്. ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൽ മുഴുവൻ നിനക്കിട്ട് തട്ട് കിട്ടും. ഇതിലും വിധം മരക്കഷ്ണ. അതിന് നീ ഇത്രമാത്രം ചൂടാവുന്ന എന്നാത്തിനാ? പിന്നെ ചൂടാവാതെ ഫോൺ വിളിച്ച ആകെ 3 വാക്ക് സംസാരിക്കാൻ അറിയാം. ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പിന്നെ താങ്ക് യു ഫോർ കോളിംഗും. എന്നിട്ട് മുട്ടാൻ നടക്കുക. മനുഷ്യനവനക്കെടുത്ത് ശാപം. പണിയായി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസമേ പോക്ക. നീയാ ഒക്കത്തിനും കാരണം. അതെ, ഇനി എന്റെ വെക്കിട്ട് വെച്ചാ മതി. എടാ, ആളുകൾ കൂടുന്നതിന് മുമ്പ് ചെന്ന് ഡീലേ. നിന്റെ വക്കീല, ഇതങ്ങനെയൊന്നും തീരൂല. നമസ്കാരം മാഡം. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കൂട്ടുകാരൻ എവിടെ നോക്കിയാ വണ്ടി ഓടിച്ചേ? കൂട്ടുകാരൻ എവിടെ നോക്കിയാ വണ്ടി ഓടിച്ചെന്ന്? അയാളെന്താ ഇറങ്ങാത്തെ? ഏയ് മിസ്റ്റർ, ഇറങ്ങണം. അതെ, സംഗതി ഞാൻ കണ്ട. ഇത് ഉമ്മാരുടെ കുഴപ്പാ. എന്താ രാവിലെ തന്നെ സ്മോളാണ്. അയ്യോ ചേട്ടാ, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. സർ, ഒരു സെക്കൻഡ്. എന്നാ നിങ്ങൾ ഡീൽ ചെയ്യടാ. അപ്പൊ പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ കോടതിയുടെ ഞങ്ങളെ പോലുള്ള ദൃക്സാക്ഷികളെ ഒന്ന് മാറിക്കോ പ്ലീസ്. ഒന്ന് മാറിയിട്ടോ. ആ കാറിൽ നിന്റെ മൊബൈലും എടുത്തേ വേഗം. പെട്ടെന്ന് ഓട്ടാ. അതെ, ഒരു 5000 എടുക്കും. 3000 ഉണ്ടാവും. എന്നാ ഉള്ളതിടാ. ATM കയറണം. ATM കടന്നതാ. പിന്നെ അവിടെ മാറിയിട്ടില്ലല്ലോ. ഇല്ല. അതെ മാഡം, ആ കാറിന്റെ കീയും തരും പ്ലീസ്. മാഡം, ആ കീയും തരൂന്നേ. അല്ലെങ്കിൽ ഇപ്പൊ ട്രാഫിക് ബ്ലോക്ക് ആവും. മാഡത്തെ പോലൊരു അഭിഭാഷിക ഒരിക്കലും ഇങ്ങനെ പെരുമാറരുത്. പ്ലീസ്, നിങ്ങൾ തരൂന്നേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? ചേട്ടന്മാരെ പ്ലീസ് പ്ലീസ് ഒന്ന് മാറി. നൈസ്, താങ്ക് യുടാ. സർ, പ്ലീസ് കം. ഒന്ന് കയറെന്റെ മാഡം, നമുക്ക് തീരുമാനമാക്കണ്ടേ? ഞാൻ വണ്ടി പണിഞ്ഞ് ക്ലീൻ ആക്കി മാഡത്തെ വിട്ടാ പോരെ?
കേറുമോളെ, കൊച്ചരെല്ലാം ക്ലീൻ ആക്കി തരും. അല്ല താൻ ഇതെന്ത് ഭാവിച്ച? ഐ എം ഓൺ ഡ്യൂട്ടി. ഡ്യൂട്ടി ഒക്കെ പോകുന്നില്ലയോ? വക്കീല് കേറു, വക്കീല്. പ്ലീസ്. അപ്പൊ വിജയം പിള്ള ഊള. അപ്പൊ വണ്ടി പോട്ടെ, എല്ലാരും പോട്ടെ.